ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. നിതിൻ രഞ്ജിപ്പണിക്കർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് സുരാജ് വെഞ്ഞാറമൂടും പ്രശാന്ത് അലക്സാണ്ടറും കലാഭവൻ ഷാജോണും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ വന്ന 2 വെബ് സീരീസ് അത്യാവശ്യം നല്ല പേരെടുത്ത വെബ് സീരീസ് ആയിരുന്നു. ഒന്ന് പേരില്ലൂർ പ്രീമിയർ ലീഗും അതുപോലെ കേരള ക്രൈം ഫയൽസും. രണ്ടും ഹോട്ട്സ്റ്റാറിലൂടെയാണ് വന്നത്. രണ്ടും അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കണ്ട് ഒരുപാട് നല്ല അഭിപ്രായം നേടിയ വെബ് സീരീസാണ് ഇത് രണ്ടും. അതിൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് ഈ ഒരു വെബ് സീരീസ് വന്നിരിക്കുന്നത്. ഇത് സുരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ കുറച്ചൊരു കോമഡി ടച്ച് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ടാഗ് ലൈനും അത്തരത്തിലായിരുന്നു, 1 ലൈഫ് 5 വൈഫ്സ് എന്ന് പറഞ്ഞത്. അതായത് ഒരാളും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും 5 ഭാര്യമാരും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്, എന്നൊരു ടാഗ് ലൈനാണ് ഈ ഒരു വെബ് സീരീസിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സുരാജ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല കോമഡി ടച്ചുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തായി എന്നുള്ളത് ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇതിൻ്റെ സംവിധായകൻ ആരാന്ന് ഞാൻ ആദ്യമേ നോക്കേണ്ടതായിരുന്നു. ഇതിന് മുന്നേ നിതിൻ രഞ്ജിപ്പണിക്കർ സംവിധാനം ചെയ്ത കാവലും അതുപോലെ കസബയും, ഇത് രണ്ടും ബോറൻ ബോംബ് പടങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഞാൻ കോമഡി ആണെന്ന് പ്രതീക്ഷിച്ച് കുറച്ച് സ്ഥാനത്തായിപ്പോയി. അത് സീരീസ് കണ്ടപ്പം എനിക്ക് മനസ്സിലായി. ഇതൊരു 6 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. ആദ്യത്തെ എപ്പിസോഡ് ജാനകി എന്ന് പറയുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ ഒരു മുറപ്പെണ്ണിനെ ജാനകി എന്ന് പറയുന്ന മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നതുമാണ് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നാഗേന്ദ്രൻ എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ ചെയ്യുന്ന സുരാജിന് മറ്റ് 4 സ്ത്രീകളെയും കൂടെ 4 അല്ല 5 സ്ത്രീകളെയും കൂടെ വിവാഹം കഴിക്കേണ്ടി വരുന്നുണ്ട്. അത് രണ്ടാമത്തെ എപ്പിസോഡ് ലില്ലിക്കുട്ടി, ഗ്രേസ് ആൻ്റണിയാണ് ആ ഒരു ലില്ലിക്കുട്ടിയായിട്ട് വന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെ അടിപൊളി എപ്പിസോഡാണ്, ലില്ലിക്കുട്ടി കിടിലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു റിവ്യൂസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ബോറിങ് ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് ചളവാക്കുന്ന പോലെ ഫീൽ ചെയ്തു. സാധാരണ ഗ്രേസ് ആൻ്റണി നല്ല ഗ്രേസോടുകൂടി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ്. പക്ഷേ ഇതിലെന്തോ ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മൂന്നാമത്തെ എപ്പിസോഡ് ശ്വേതാ മേനോൻ പ്രധാന കഥാപാത്രമായിട്ട് വന്ന ലൈല എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ആദ്യത്തെ ഒരു പാവം പെൺകുട്ടിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. മൂന്നാമത്തത് സത്യം പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കര ഒരു മാർഷൽ ആർട്സ്, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആക്ഷൻ ടച്ചുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ലൈലയെ അവതരിപ്പിച്ചിരിക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിൽ സാവിത്രി എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് നിരഞ്ജന അനൂപാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡാണ് തങ്കം എന്ന് പറയുന്നത് കനി കുസൃതിയാണ് തങ്കം എന്ന് പറയുന്നത് സെക്സ് വർക്കറായിട്ട് ആ ഒരു എപ്പിസോഡിൽ അഭിനയിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കനി കുസൃതി ഭയങ്കരമായിട്ട് ടൈപ്പ് കാസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബോൾഡ് ക്യാരക്ടർ മാത്രം ചെയ്യാനായിട്ടുള്ളൊരു നായിക എന്നുള്ള ലെവലിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ടൈപ്പ് കാസ്റ്റഡ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അല്ലാതെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പുള്ളിക്കാരി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കുന്നൊരു അഭിനേത്രിയാണ്. അപ്പം ഇനിയുള്ള സംവിധായകരെങ്കിലും കുറച്ചൊന്ന് മാറ്റി നല്ല കുറച്ച് അല്ലാത്ത നല്ല ക്യാരക്ടേഴ്സ് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 6ാമത്തെ എപ്പിസോഡ് മൊഴി എന്ന് പറയുന്ന ഒരു തമിഴ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഈ 6 എപ്പിസോഡുകളിൽ എനിക്ക് ആകപ്പാടെ കുറച്ചെങ്കിലും ഒരു ഭേദമായിട്ട് തോന്നിയത് 6ാമത്തെ ലാസ്റ്റ് വന്നൊരു എപ്പിസോഡാണ്. അത് കുറച്ചൊരു ഭേദമായിരുന്നു കമ്പാരിറ്റീവ്ലി. കാരണം ഈ ആദ്യത്തെ 5 എപ്പിസോഡും കഥ ഒന്ന് തന്നെയാണ്. എല്ലാം ഒരേ കഥയാണ് ഈ 5 എപ്പിസോഡിൽ നടക്കുന്നത്. അവൻ കല്യാണം കഴിച്ചിട്ട് മുങ്ങുന്നു. ഇതല്ലാതെ പക്ഷേ മുങ്ങുമ്പം ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ലവനായ ഒരു മുങ്ങൽ വിദഗ്ധനാണ്. കുറച്ച് നന്മ ചെയ്തിട്ടേ മുങ്ങത്തുള്ളൂ. അത്തരത്തിലൊരു ഇതാണ്. എല്ലാ എപ്പിസോഡിലും സെയിം കഥയാണ്. ഒരു കഥയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഹോട്ട്സ്റ്റാറിൻ്റെ അടുത്ത് കഥയുമായിട്ട് എന്നപ്പം പറഞ്ഞാണ് 6 എപ്പിസോഡ് മിനിമം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 6 എപ്പിസോഡിൽ ഒരേ കഥയാക്കി 5 ഭാര്യമാരെ ആക്കി. അതിലും മതസൗഹാർദ്ദം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹിന്ദു ആണെങ്കിൽ പിന്നെ അത് ക്രിസ്ത്യൻ ആണെങ്കിൽ അത് കഴിഞ്ഞ് മുസ്ലിം കഴിഞ്ഞാൽ വീണ്ടും ഹിന്ദുവിലേക്ക് പോകും. പിന്നെ വീണ്ടും എന്താ പറയുക, ഒരു ജാതിയോ മതമോ ഏതെന്നറിയാത്ത ഒരാളിലേക്ക് വരുന്നു. പിന്നെ ഒരു തമിഴത്തിലേക്ക് പോകുന്നു. എല്ലാം ഒരു മതസൗഹാർദ്ദം എല്ലാത്തിലും ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ 5ാമത്തെ എപ്പിസോഡ് തങ്കം എന്നൊരു എപ്പിസോഡും കുറച്ചൊരു ഡിഫറൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പക്ഷേ അത്ര അടിപൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും കുറച്ചൊരു ഡിഫറൻ്റ് ആയിരുന്നു. കുറച്ച് ബാക്കിയുള്ള എപ്പിസോഡുകൾ വെച്ച് നോക്കുമ്പം ബാക്കിയുള്ള എപ്പിസോഡ് നല്ല ഉറക്കം തൂങ്ങിയ എപ്പിസോഡായിരുന്നെങ്കിൽ 5ാമത്തെ എപ്പിസോഡിൽ തങ്കം എന്ന് പറയുന്ന എപ്പിസോഡ് കുറച്ച് ലൈവ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുറേ എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തു ആ ഒരു എപ്പിസോഡിൽ.
സുരാജിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരേ ഭാവഭേദം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെയുള്ള ഭാവഭേദം മാത്രമേ ഉള്ളൂ സുരാജിന്. ആ അവസാനത്തെ എപ്പിസോഡിൽ മാത്രം എന്തെങ്കിലും ഇത്തിരി അഭിനയിക്കാനുണ്ടായിരുന്നു. ആ ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിയ ട്വിസ്റ്റ് കുറച്ച്, ആ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഒന്നും വെറും 6 ബോറ് സാധനം, 6 ബോറ് കഥയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗേന്ദ്രൻ സണിമോൾ എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെന്താ, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ മ്യൂസിക് വാരി വെതറിയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ആരാ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നോക്കട്ടെ, രഞ്ജിൻ രാജ് എന്ന് പറയുന്ന ആരോടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ എപ്പിസോഡിലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് എനിക്കൊന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ തന്നപ്പം പറഞ്ഞാണ് മിനിമം 6 എപ്പിസോഡെങ്കിലും വേണമെന്ന്. അപ്പോൾ ഈ 6 എപ്പിസോഡ് തയ്ക്കാൻ വേണ്ടി ഇവർ ഒരേ കഥ തന്നെ പലപ്പോഴും ഇട്ടു. അപ്പം ഡയലോഗ്സ് സെയിം ആവാതിരിക്കാൻ വേണ്ടി പലർക്കും ഡയലോഗ്സ് ഇല്ല. ഈ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കുന്നതിലൊന്നും ഡയലോഗ്സേ ഇല്ല. ഫുള്ള് മ്യൂസിക് തിരികെ കയറ്റിയേക്കുക, വേറെ ഒരു പരിപാടിയും ഇട്ടിട്ടില്ല. കംപ്ലീറ്റ് മ്യൂസിക്കും മാത്രം, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തില്ല. ഡയലോഗ്സ് പോലും ഇല്ല. എനിക്ക് ഒരേ കഥ 6 എപ്പിസോഡും ഇട്ട് അവസാനം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞ് ഒരു ട്വിസ്റ്റ് ഇട്ടു. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെറും ബോറൻ വെബ് സീരീസാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലാതെ കാണാനായിട്ട് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് വെറും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് സീസൺ വന്നാൽ പോലും കാണണമെന്നൊരാഗ്രഹമില്ല. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.